അങ്ങനെ ഈ വീട്ടിലെ അവസാനത്തെ എൻ്റെ ചുറ്റുപാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചുറ്റുപാത്രത്തിൽ നിന്ന് രാവിലെ നമുക്കൊരു ആളുണ്ട് ഇവിടെ. ആളിന് ചോറ് പൊതിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ അപ്പത്തിന് വെച്ചതാണ്. ആൾ വന്നത് കൊണ്ടാണ് ചിക്കൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ചിക്കൻ എന്നിട്ട് ചിക്കൻ പുരട്ടിയെടുത്ത് മുട്ടയും പൊരിച്ച് ചോറും കൊടുത്തു. ആ ആളിനെ വിടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വീഡിയോയിലോട്ട് ആളിനെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആളിനെ വിടേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പൊതിയാണ് കേട്ടോ. അപ്പോൾ അപ്പവും ചിക്കൻ പുരട്ടും മുട്ട പൊരിച്ചതും. അപ്പോൾ ഈ വീടിൻ്റെ അവസാനത്തെ ചോറ്റുപാത്രങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ യാതൊരുവിധ മൂടില്ല എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നൈമിത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന 2-3 പേര് വന്നു. അവർക്കിത് പറയുമ്പോൾ അയ്യോ എവിടെയാണ് ഇനി വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കൈമാറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോൾ തൈരും രസവും മീൻ പൊരിച്ചതും. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പേ മേടിച്ച ചൂരമീൻ ഫ്രിഡ്ജിലിരുന്നു. അപ്പോൾ അത് പൊരിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് പൊരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ പോയതിന് ശേഷം നമ്മൾ പൊരിച്ചു. ചമ്മന്തി എടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അച്ചാർ എടുത്തില്ല. പച്ചക്കറിയൊന്നും പറ്റില്ല. അമ്മച്ചിക്ക് നല്ല പണിയുണ്ട് കേട്ടോ അടുക്കളയിൽ. കഴുകലും ഇറക്കലും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പറക്കി കെട്ടില്ലെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രായത്തിലും പറക്കി കെട്ടുന്നത് നമ്മളൊരു 7-8 വീട് മാറി. അപ്പോൾ ഈ വീട് മാറുന്നത് ഹൗസ് ഓണേഴ്സ് വരുമ്പോഴാണ് മിക്ക വീടുകളും നമ്മൾ മാറിയിട്ടുള്ളത്. പിന്നെ ചിലർക്ക് വീട് വെക്കുന്നതായിട്ടുണ്ടാവും. ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഒരേ ഒരു വീടിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായ മനുഷ്യരായിരുന്നു. അപ്പോൾ ഇവിടെ ഇവർക്ക് അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ SNT ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നിരിക്കുന്ന വീടാണ് കിളിമാനൂർ MC റോഡിൽ. അവിടുന്ന് മാറിയിട്ട് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ചിപ്പി ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ. അപ്പോൾ ആ വഴിയെ കയറി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആണ് വീട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടോട്ട് വരണം. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ താഴെ പോകണമെന്നാണ് ദൈവം അനുഗ്രഹിച്ചാൽ കരുതിയിരിക്കുന്നത്. അങ്ങനെ പോകാൻ പറ്റട്ടെ. പിന്നെ വാടക വീടിൻ്റെ ഈ അസ്വാതന്ത്ര്യം എനിക്ക് മാറിയേ തീരുള്ളൂ. പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് പ്രയത്നിക്കണം. പക്ഷേ എത്ര പ്രയത്നിച്ചാലും നമ്മൾ അതിലോട്ട് എത്തിപ്പെടില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. കാരണം ഈ പ്രായത്തിൽ എല്ലാ മനുഷ്യരും ശാരീരിക അധ്വാനം ചെയ്യുന്നതിന് ഒരു കുറവുമില്ല. നല്ല രീതിക്ക് അവരെല്ലാവരും ശാരീരികമായും ഞാൻ മെൻ്റലിയും ഒക്കെ നന്നായിട്ട് നമ്മൾ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും അതിലോട്ട് നമ്മളിപ്പോൾ എത്തത്തില്ല കേട്ടോ. അത് എന്ത് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി കഴിക്കുകയാണ്. തൈരും ചമ്മന്തിയും രസവും നല്ല കോമ്പിനേഷനാണ് അല്ലേ. നല്ല കോമ്പിനേഷനാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഞാനത് എടുത്തു വെച്ച് കഴിച്ചതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ